വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഒരു പാക്കറ്റ് കൂണാകിരിക്കുന്നത് എൻ്റെ ഇരിക്കുന്നത്. ഈ കൂൺ ഏത് ടൈപ്പാന്ന് നോക്കണേ. ഈ ടൈപ്പ് കൂണാ. ഇത് നമുക്കിന്നൊന്ന് കറി വെക്കാം. കണ്ടോ, കൂണിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ലെയർ ആയിട്ട് കണ്ടോ. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ അവരുടെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. നമുക്കിന്ന് ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതെല്ലാം എടുക്കട്ടെ. എന്താ ഭംഗി കാണാനില്ലേ. അപ്പൊ ഈ കൂണ് വെച്ച് ഇന്ന് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ കൂണി പാത്രത്തിലോട്ട് അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് ഈ മഞ്ഞൾ വെള്ളത്തിൽ കിടക്കും. കുക്കറിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക, കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കുക, അതിട്ട് കുറേ തേങ്ങ കഷ്ണം ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതുകൊണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ മൂപ്പിക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൊണ്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു മഞ്ഞളിനകത്തൊക്കെ ഇട്ട് കഴുകിയത് അതിട്ട് കൊടുക്കാം. ഇങ്ങോട്ട് ആ മസാല വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വൃത്തിയായിട്ട് ഇളക്കി ഒരു 3-4 വിസിൽ കേൾക്കുന്നിടം വരെ വേവിക്കണം. ഓക്കെ, 4 വിസിലടിച്ച് കഴിഞ്ഞ് വെന്തതാ അത്. ഞാനതൊരു കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് പറ്റിച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ കറി. അതൊന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മുടെ ബട്ടർ കൂൺ മസാല റെഡി, കുറുകി. ഓക്കെ, ഇനി അതിനകത്തോട്ട് കുറച്ച് പുതിന ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ സോസറിലോട്ട് കുറച്ച് എടുക്കാം. നമ്മുടെ ബട്ടർ കൂൺ മസാല റെഡി. കണ്ടോ?